Festival Season 2. Season 2. മെഗാ മേക്കേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ, റിഹേഴ്സലൊക്കെ? നല്ല പ്രാക്ടീസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ പാരഡി റൗണ്ട്, ലൗഡ് സ്പീക്കർ റൗണ്ടിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. പക്രു ചേട്ടാ. കൊള്ളാം, ബസ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേട്ടാ. പാരഡി റൗണ്ടിൽ നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള നല്ല രസമുള്ള ഒരു പാട്ട് തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അതിലും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ചേട്ടാ. എനിക്ക് തോന്നുന്നു ഈ പാട്ടിലൊരു ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സന്ദേശമുണ്ട്. അപ്പോൾ ഇത് ബസ്സുകളുടെ ഒരു അമിത വേഗത്തെ വെച്ചിട്ട് നിങ്ങൾ ഒരു വളരെ നല്ലൊരു തീം കൊണ്ടുവന്ന് നിങ്ങളിവിടെ അവതരിപ്പിച്ചു. അതിന് നിങ്ങൾക്ക് ആദ്യത്തെ അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു ചേട്ടാ. എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡുണ്ടല്ലോ, പാട്ടിന് മുമ്പുള്ള എപ്പിസോഡ്, ആ എപ്പിസോഡുകൾ നിങ്ങൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചോ എന്നുള്ളതിലൊരു ചെറിയ ഡൗട്ട് കിടപ്പുണ്ട്. പ്രത്യേകിച്ച് വിഗിൻ്റെ എപ്പിസോഡ്, അതുപോലെ നമ്മുടെ വിജയകുമാർ അതായത് ചെയ്യാൻ വേണ്ടി, അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അത്തരത്തിലുള്ള ചില ഏച്ചുകെട്ടലുകൾ ഫീൽ ചെയ്തു. കാരണം ഇതുമായിട്ട് ചേരുന്ന രീതി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാമായിരുന്നു, പുതുമയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് ഒരു എന്താ പറയുന്നത്, പെൺകുട്ടികളെ ഓരോരോ ബ്ലോക്കായിട്ട് തമാശകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബസ്സിലേക്ക് എടുത്തു വയ്ക്കുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ നമ്മുടെ മോഹൻ പാണാവള്ളി അദ്ദേഹം വിഗ് എടുത്തൊക്കെ മാറ്റുന്നതൊക്കെ വളരെ അത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് തോന്നിയത്. അതുപോലെ പറഞ്ഞ നമ്മുടെ പാലയിലേക്ക് പോകുന്ന അച്ചായൻ്റെ വരവൊക്കെ ആ ഒരു പോർഷൻ വളരെ നന്നായിരുന്നു. പത്രക്കാരൻ ഇങ്ങനെ ഇതുമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, കുറേ സംഗതികളൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ യോജിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ആ ഒരു ഫ്ലോ ആദ്യം നമുക്ക് കിട്ടിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ ബസ്സിലേക്ക് കയറി പാട്ട് തുടങ്ങി. അതൊരു എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നത്. ബസ്സും അത്രയും ആൾക്കാരും കിളവം നിൽക്കുന്നു. കുട്ടിയുടെ എനിക്ക് തോന്നുന്നത് നാദൃശിക എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഹിറ്റുകളിൽ ഒരു പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഈ പാട്ട്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളത് വളരെ രസമായിട്ട് വന്നു. ഇതിനൊരു എൻഡും ഉണ്ടായിരുന്നു, വളരെ സന്ദേശമുള്ള, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശത്തിലാണ് നിങ്ങൾ അവസാനിപ്പിച്ചത്. ഇത്രയേ ഉള്ളൂ പറയാൻ. എന്തായാലും കുറച്ചും കൂടി ഒന്നുകൂടി നന്നാക്കുക. കാരണം കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ബസ്സിൽ കയറ്റി. അതിനനുസരിച്ചുള്ള ആ ആളുകളുടെ ഒരു തള്ളിക്കയറ്റം പോലെയുള്ള തമാശകൾ അത്രയും കാര്യമായിട്ട് ഇതിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത സ്റ്റേജ് കുറച്ചുകൂടി നന്നാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശാലേട്ടാ, നമ്മൾ ഈ സോങ് എഴുതിയ ആൾ തന്നെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് എത്രത്തോളം ഇഷ്ടമായി ഈ സ്കിറ്റ് നമുക്ക് ചോദിക്കാം. ഇക്ക, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നന്നായിരുന്നു മെഗാ മങ്കീസ്. താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ എപ്പിസോഡുകളും കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് നിങ്ങളുടെ ഈ കഴിവുകൾ കണ്ടിട്ട്. ശരിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിന് മഴവിൽ മനോരമയുടെ ഫ്ലോറിലിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അതിലേറെ സന്തോഷം. പിന്നെ എൻ്റെ ഒരു പാരഡി, അത് പക്രു പറഞ്ഞ പോലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പാരഡികളിൽ ഒന്ന് തന്നെയാണ് നിങ്ങളെടുത്തത്. ഈ പാരഡിക്ക് വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞൊരു സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ ഞാൻ ഈ പാരഡിയൊക്കെ എഴുതിയത് ഇങ്ങനെ കാസറ്റിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ബസ്സിൽ നിൽക്കുന്ന ഓരോ സംഭവങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയാണെന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എനിക്കിട്ടൊരു നല്ലൊരു കൊട്ടായിരുന്നു. കാരണം ബസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ബസ്സിൽ കുറേ പ്രാവശ്യം കയറി, അല്ലെങ്കിൽ ബസ്സിൽ നടക്കുന്ന സ്ഥിരമായിട്ടുള്ള സാധാരണക്കാരല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് വിഷ്വൽ ചെയ്യേണ്ട സാധനങ്ങൾ നിങ്ങളൊരു ഫ്ലോറിൽ നന്നായിട്ട് കുറച്ച് സ്ഥലത്ത് അതെങ്ങനെ വിഷ്വൽ ചെയ്യുന്നത് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിരുന്നു. പിന്നെ ആദ്യം ചെയ്ത കുറച്ച് സാധനങ്ങൾ, അതിനു മുമ്പ് ചെയ്ത ഇത് നേരത്തെ ഈ പക്രു പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല വിറ്റുകൾ മാത്രം മതിയായിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങൾ, ഗ്യാസ് കയറ്റേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു. ബാക്കി നന്നായിരുന്നു. എനിക്ക് പാരഡി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. നല്ലൊരു രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റിന്, നിങ്ങളുടെ ബസ്സിനും അതിലെ യാത്രക്കാർക്കും ഒക്കെ. ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയാവുന്നത്, തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് സമയമെടുത്തു. ആ യാത്രക്കാരെ വെച്ച് തന്നെ തുടങ്ങാമായിരുന്നു.
അവിടെ നിന്ന് നിങ്ങൾ ആ വിഗിൻ്റെ സംഭവമൊക്കെ വല്ലാതെ ഇഴപ്പിച്ച് കളഞ്ഞു. നന്നായിരുന്നു അത്. ആ ഒരു ഐഡിയ നല്ലതായിരുന്നു. വിഗ് വെച്ചിട്ട് അയാളെ മനസ്സിലാകാതിരിക്കുന്ന റൗഡിയും അതേസമയത്ത് ഇയാളെ തിരിച്ചറിയാൻ വരുന്ന കാമുകിയും, അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുമെന്ന് പറയുന്ന ആ ഒരു ഐഡിയ നല്ലതായിരുന്നു. രണ്ടും കൂടി വെച്ചിട്ടുള്ള ആ ഒരു ധർമ്മസങ്കടമൊക്കെ. പക്ഷെ അത് കണ്ടവനം വലിച്ചു കളഞ്ഞു. അതുപോലെ അതിന് മുൻപുള്ള ആ ബസ് സ്റ്റേഷൻ്റെ അറ്റ്മോസ്ഫിയറും. പിന്നെ ഏറ്റവും വീക്കായത് സന്തോഷിൻ്റെ ആ ഒരു എപ്പിസോഡാണ്. അത് വേണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് എന്താ ഉദ്ദേശിച്ചത്? മിമിക്രിക്കാരെ എവിടെ പോയാലും ആര് പറഞ്ഞാലും മിമിക്രി കളിക്കുന്നവരാണെന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. പണ്ട് പാട്ടുകാർ പറ്റി പറയുമായിരുന്നു, കള്ള് ഷാപ്പിൽ പോയാൽ കള്ളു കൊടുത്താൽ ആരും പാട്ടുകാരൊക്കെ പാട്ട് പാടുമെന്ന് പറയുന്നൊരു, ആര് പറഞ്ഞാലും ചെയ്യുമോ? റോട്ടിൽ നിന്നിട്ട് ആ ഒരു മിമിക്രി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ? ഇല്ല അല്ലേ? അപ്പം പിന്നെ അതൊക്കെ നമ്മൾ ഒരു ഏച്ച് കെട്ടിയതുപോലെ ആയിപ്പോയി. അപ്പോൾ അത് വേണ്ടായിരുന്നു. ഈ സ്കിറ്റിനകത്ത് ഇത് അല്ലെങ്കിൽ ഇയാൾ പാടുന്ന പാട്ട് പോലെ ആക്കാമായിരുന്നു. ഈ പാട്ടുകാരനെ ഇയാളെയും കൂടി അതിനകത്ത് കയറ്റിയിട്ട് അയാൾ പാട്ട് പാടുന്ന എം ജി ശ്രീകുമാറിൻ്റെ പാരഡി പാടുന്ന ഒരു പാട്ടുകാരൻ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ക്യാരക്ടർ ഇവിടെ മാച്ചായേനെ. പാട്ട് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അയാളെ കൊണ്ടുവന്നിട്ട് അത് അയാളെ അങ്ങ് പറഞ്ഞു വിട്ടു. അതും മാച്ചായില്ല, ഒന്നും അങ്ങ് മാച്ചായില്ല. അപ്പോൾ ഒരു പാട്ടും കൂടി കിടക്കുന്നതുകൊണ്ട് അയാളെ പാട്ടുകാരനായിട്ട് തന്നെ വണ്ടിയുടെ അകത്ത് കയറ്റിയിട്ട് അയാളെ കൊണ്ട് പാടിച്ചിരുന്നെങ്കിൽ അത് മാച്ച് ചെയ്ത് പോയാനെ. അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകൾ ചെയ്തു. എങ്കിലും ഈ സ്കിറ്റിനകത്ത് എടുത്തു പറയേണ്ട ചില ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് സഹായികളായിട്ട് വന്നിട്ടുള്ള, പ്രത്യേകിച്ച് റനീഷിൻ്റെ അമ്മാവൻ അസ്സലായി. റനീഷിൻ്റെ അമ്മാവൻ. പിന്നെ അതേപോലെ പത്രക്കാരനായിട്ട് വന്ന ആളാരാണ്? അയ്യൂബ് അല്ലേ? അയ്യൂബിൻ്റെതും വളരെ നന്നായി. പിന്നെ ഇത്തവണ രഞ്ജൻ സ്റ്റൈലായി. കഴിഞ്ഞ തവണയൊക്കെ രഞ്ജൻ ഒത്തിരി ഇതായിരുന്നു. രഞ്ജനും സ്റ്റൈലായി. പിന്നെ മനോജും നന്നായി. മനോജിൻ്റെ പ്രത്യേകിച്ച് ആ വിഗും വെച്ചിട്ടും വിഗ് മാറ്റിയിട്ടുള്ള ആ ടൈമിങ്ങൊക്കെ, ആ തിരിയുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒന്ന് ഒതുക്കിയിരുന്നെങ്കിൽ ഇത് കുറേയും കൂടി രസമുള്ള സ്ക്രിപ്റ്റ് ആകുമായിരുന്നു, സ്കിറ്റ് ആകുമായിരുന്നു. ആരാണ് നിങ്ങളുടെ CC? ഞങ്ങളുടെ CC വില്യംസ് ചേട്ടനാണ്. വില്യംസ് ചേട്ടൻ ഉറക്കം അളച്ചതിന് വേണ്ടി കഷ്ടപ്പെടുവാണ്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് ഞങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളിവിടെ എടുത്തു പറയുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് വൃത്തി വന്നിട്ടുണ്ടോ? ഇനിയും മുന്നോട്ട് വരണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡുകളിലെ നിങ്ങളുടെ പെർഫോമൻസിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. മെഗാ മേക്കേഴ്സ് സന്തോഷായില്ലേ? സന്തോഷമായി. ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ ഇതെന്തായാലും കീപ്പപ്പ് ചെയ്യണം. പിന്നെ വേറൊരു, നമ്മളിപ്പം ബസ്സിൽ എപ്പോഴും നമ്മളെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഡ്രൈവർ ആയിരിക്കും. ഇനിയെങ്കിലും ഈ സ്കിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മാറിയാൽ ഒരുപാട് അപകടങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒഴിവാകും. അപ്പൊ നമ്മളുടെ ഈ റൗണ്ടിലെ മാർക്ക് പക്രു ചേട്ടാ 30-ൽ 25. താങ്ക് യു ചേട്ടാ. ഇക്ക 30-ൽ 25. സിദ്ദീഖ് സർ 25. താങ്ക് യു സർ. ഇവരെ പെർഫോമൻസിന് 10-ൽ എത്ര മാർക്കാണ് സർ? 10-ൽ 6 മാർക്ക്. താങ്ക് യു സർ. ഇനി നമുക്ക് സ്റ്റാർസ് അറിയണ്ടേ സർ? ഇവരുടെ സ്റ്റാർസ് 2 സ്റ്റാർ ആണ്. ലൗഡ് സ്പീക്കർ റൗണ്ടിൽ ടീം മെഗാ മേക്കേഴ്സിന് ലഭിച്ചത് 2 stars plus marks is 81 out of 100. ഭീമ ജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഭീമ ജ്വൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ, മൈസൂർ. ഇനി നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്.